അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി.എഡ് സെക്കൻഡ് സെമസ്റ്റർ അറബിക്കിൻ്റെ ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകളാണ് ഇവിടെ ഡിസ്കഷൻ ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആരിഫുൽ പെഡഗോജി എന്താണെന്ന് നിർവചിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം, അൽ ബൈദഗോജിയ ഹിയ ഇൽമുൻ ബി ഉസൂലിൻ വ അസാലിബി തദ്രീസി മുഷ്തമിലത്തുൻ അൽ അഹ്ദാഫി വത്തുറുഖി. ടീച്ചിങ്ങിൻ്റെ മെത്തേഡ്സും അതിൻ്റെ പർപ്പസും ഒക്കെ ഉൾക്കൊള്ളുന്ന, അതിൻ്റെ അടിസ്ഥാനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ശാസ്ത്രമാണ് പെഡഗോജി എന്നാണ് പറയുന്നത്. അതായത് ടീച്ചിങ്ങിൻ്റെ മെത്തേഡ്സിൻ്റെ ശാസ്ത്രം. വഹിയ ത്വരീഖത്തുൻ യർതബിതു ബിഹാ അൽ മുഅല്ലിമൂന വത്തുല്ലാബ് മഅൻ ലിതഹ്ഖീഖിൽ അഹ്ദാഫിൽ മർജൂവ. വിദ്യാർത്ഥിയാണെങ്കിലും അധ്യാപകനാണെങ്കിലും അവർ ഒരുമിച്ച് ഉദ്ദേശിക്കപ്പെടുന്ന ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യവൽക്കരിക്കാൻ വേണ്ടി ബന്ധപ്പെടുത്തുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ പെഡഗോജി എന്ന് പറയുന്നത്. വഹിയ തഅ്തമിദു ഇഅ്തിമാദൻ കബീറൻ അലാ ഇൽമി അന്നഫ്സി അത്തർബവി വന്നദറിയാത്തിൽ ഇൽമിയ. ലേണിംഗ് തിയറികളെയും സൈക്കോളജിയെയും വലിയ തോതിൽ അവലംബിച്ചുകൊണ്ടാണ് ഈ പെഡഗോജി മുന്നോട്ട് പോകുന്നത് എന്നാണ് പറയുന്നത്. യഊദു അസ്ലു കലിമത്തി ബൈദഗോജിയ ഇലൽ ലുഗത്തിൽ യുനാനിയ അൽ ഖദീമ. ലാറ്റിൻ വേർഡായിട്ടുള്ള ബൈദഗോജി എന്ന കലിമത്തിലേക്ക്, എന്ന വേർഡ്സിലേക്കാണ് ഇതിൻ്റെ അസ്ലു മടങ്ങുന്നത്. വയുഖ്സദു ബിഹാ അശ്ശഖ്സു അല്ലദി യുറാഫിഖു തിഫ്ലു ലിൽ മദ്റസതി. മദ്രസയിലെ കുട്ടിയോട് ചങ്ങാത്തം കൂടുന്ന ഒരു വ്യക്തിയെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഔ മൻ യുഖദ്ദിമു അന്നസീഹത വൽ മുസാഅദത ലികുല്ലി മൻ യുരീദു ഫി തഅല്ലുമി. അല്ലെങ്കിൽ അറിവ് ഉദ്ദേശിക്കുന്ന ആരൊക്കെയുണ്ടോ അവരെയൊക്കെ സഹായിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്ന, മുന്നോട്ട് വരുന്ന ആൾക്കാണ് ഈ ടേം ഉപയോഗിക്കുന്നത്. യസ്ആ ലിന്നജാഹി, അവൻ വിജയത്തിലേക്ക് അവനെ വഴി നടത്തും, അങ്ങനെയുള്ള ആൾക്കാണ് പെഡഗോജി എന്ന് പറയുന്നത്. ജോൺ ഡിയു കാന യറ അന്ന തർബിയത ഹിയ ഹയാതു വഹിയ അമലിയത്തു തകല്ലുഫിൻ ബൈനൽ ഫർദി വബിഅതിഹി. ജോൺ ഡ്യൂയി പറയുന്നത്, അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതൊരു ജീവിതമാണ്. മാത്രമല്ല പ്രകൃതിയും വ്യക്തിയും ഇടയിൽ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു പ്രോസസ്സായിട്ടാണ് ഇത് അദ്ദേഹം വിലയിരുത്തുന്നത്. അടുത്ത ചോദ്യം, തഅരീഫു തഹ്ലീൽ ബൈദഗോജി. അനലിറ്റിക് പെഡഗോജിയുടെ നിർവചനം എന്താണ് എന്നാണ് ചോദ്യം. അത്തഹ്ലീലുൽ ബൈദഗോജി ഹുവ അമലിയത്തുൻ മൻഹജിയത്തുൻ തഹ്ദിഫു ഇല തഹ്ലീലിൽ മുഹ്തവ അത്തഅലീമി വഅമലിയാത്തി തദ്രീസ് വത്തഅല്ലുമി മിൻ വുജുഹാത്തി നദറിൻ മുതഅദ്ദിദ. വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണകോണുകളിലൂടെ പഠനത്തെയും അതുപോലെ തന്നെ പഠന പ്രവർത്തനങ്ങളെയും അതിൻ്റെ ഉള്ളടക്കങ്ങളെയും ഒക്കെ വിശകലനം ചെയ്തുകൊണ്ട് വളരെ കരിക്കുലം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് അനലിറ്റിക് പെഡഗോജി എന്ന് പറയുന്നത്. യതളമ്മനു ഹാദ തഹ്ലീലു തഖസീം അൽ മൗദൂആത്തി അവൽ മുഹ്തവ ഇലാ വഹദാത്തിൻ ഔ അജ്സാഇൻ അസ്ഗർ മിമ്മാ യുസഹിലു ഫഹ്മഹാ വതർതീബഹാ ബിശക്ലിൻ മൻതിഖിയ്യിൻ. പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ, ആ രൂപത്തിൽ സ്ട്രക്ചർ ബേസ്ഡ് ആക്കിയിട്ട്, അല്ലെങ്കിൽ എളുപ്പമാക്കുന്ന രീതിയിൽ വളരെ ചുരുങ്ങിയ ഭാഗങ്ങളാക്കി, യൂണിറ്റുകളാക്കി, ഉള്ളടക്കത്തെ അല്ലെങ്കിൽ അതിൻ്റെ വിഷയങ്ങളൊക്കെ വേർതിരിച്ച് സെപ്പറേറ്റ് ആക്കിയിട്ട് വിശകലനം ചെയ്തുകൊണ്ട് പഠിക്കുന്നതിനാണ് ഈ അനലിറ്റിക് പെഡഗോജി എന്നതുകൊണ്ട് അത് ഉൾക്കൊള്ളുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. യഹ്ദിഫു അത്തഹ്ലീലു ബൈദഗോജി ഇലാ തഹ്സീനി ജൗദത്തി തഅലീം മിൻ ഖിലാലി തഖീം ഇസ്തിറാത്തിജിയാത്തി തഅലീമി വഫഅാലിയത്തിൽ മനാഹിജ് ദിറാസി. ലേണിംഗ് സ്ട്രാറ്റജിയെ മൂല്യനിർണ്ണയം നടത്തുന്നതിനിടയിൽ തന്നെ ലേണിങ്ങിനെ അതിൻ്റെ ഉന്നത തലത്തിലേക്ക്, അതിനെ നന്നാക്കുന്നതിനേക്ക്
അനലിറ്റിക് പെഡഗോജി ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അക്കാഡമിക് കരിക്കുലത്തെ അതിൻ്റെ ആക്റ്റീവ് ആക്കുന്നതിലും ലേണിംഗ് എളുപ്പമാക്കുന്നതിലും അനലിറ്റിക് പെഡഗോജി ലക്ഷ്യം വഹിക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ അനലിറ്റിക് പെഡഗോജി കൊണ്ട് അർത്ഥമാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കഠിനമായിട്ടുള്ള ഒരു ഉള്ളടക്കത്തെ അത് ബ്ലോക്കാക്കി യൂണിറ്റുകളാക്കി തിരിച്ച് വളരെ ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിനെ അനലൈസ് ചെയ്തുകൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് തഹ്ലീൽ പെഡഗോജിയ എന്ന് പറയുന്നത്.